നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടക്കുന്ന പരിപാടികൾക്ക് നാളെ രാവിലെ 8:40 ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ തുടക്കമാകും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ആഘോഷങ്ങൾ നടക്കുക ഹരിത പ്രോട്ടോകോൾ പാലിച്ച്. ഉത്തരകേരളത്തിലെ ഉമ്മാക്കി കാട്ടി ലീഗ് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ പേടിപ്പിക്കരുതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ലീഗിന്റേത് ആടിനെ പട്ടിയാക്കുന്ന സമീപനം. CPM-ഉം ലീഗും നടത്തുന്നത് കൂട്ടുകച്ചവടമാണെന്നും CP മാത്യു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. 22-ാം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര യോഗം കൂടുമെന്നും MLA. മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇടുക്കിയിൽ റോഡ് നിർമ്മാണം. ആശങ്ക ഉയരുന്നത് നെടുങ്കണ്ടം കല്ലാർപ്പുഴയോട് ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിൽ. ചെങ്കുത്തായ മലയിൽ നിന്നും കുത്തനെ മണ്ണിടിച്ചത് ഭാവിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് ഇടയാക്കുമെന്ന് ആശങ്ക. വിശദമായ വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടക്കുന്ന പരിപാടികൾക്ക് നാളെ രാവിലെ 8:40 ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ തുടക്കമാകും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിച്ചാണ് ആഘോഷങ്ങൾ നടക്കുക. പോലീസ്, എക്സൈസ്, വനം വകുപ്പ്, NDRF, NCC സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷൻ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് തുടങ്ങി 20 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ദേശീയ ഗാനം ആലപിക്കും. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെയും കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനവും ആലപിക്കും. MRS പൈനാവ്, SNHSS നങ്കിസിറ്റി എന്നിവർ ബാൻഡ് അവതരിപ്പിക്കും. പഴിയരിക്കണ്ടം ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പകിയും തേക്കടി ആരണ്യം ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും ഉണ്ടാകും. പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാകയുടെ നിർമ്മാണം, വിതരണം, വിൽപ്പന, ഉപയോഗം എന്നിവ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. ആഘോഷങ്ങളിലുടനീളം ഹരിത പ്രോട്ടോകോൾ കർശനമായി പാലിക്കും. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ MP, MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. ഉത്തരകേരളത്തിലെ ഉമ്മാക്കി കാട്ടി ലീഗ് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ പേടിപ്പിക്കരുതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ് ലീഗിന്റേത്. CPM-ഉം ലീഗും നടത്തുന്നത് കൂട്ടുകച്ചവടമാണെന്നും CP മാത്യു തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 3 മാസം വിദേശത്തായിരുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ LDF-ഉമായി ഡീൽ ഉറപ്പിച്ച ശേഷമാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിന് തലേന്ന് നാട്ടിലെത്തിയത്. ലീഗിന്റെ ഭീഷണിയൊന്നും കോൺഗ്രസിനോട് വേണ്ട. അടുത്ത തവണ ലീഗ് സ്വതന്ത്രമായി മത്സരിച്ച് വിജയിക്കട്ടെ. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറല്ല. വിവരങ്ങൾ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അറിയിച്ചിട്ടുണ്ടെന്നും CP മാത്യു വ്യക്തമാക്കി. സൗഹാർദ്ദ മത്സരം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നിഘണ്ടുവിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സൗഹാർദ്ദപരമായ മത്സരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് ചതിയുടെയും കൊടിയ വഞ്ചനയുടെയും ഫലമാണ്. ഇപ്പോൾ എന്നിട്ട് കോൺഗ്രസിന്റെ മേലാണ് പഴിയാറുന്നത്. എന്തിന്റെ പേരിൽ? ആടിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ, അവൻ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട്, ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻപോട്ട് പോകും. അടിത്തറയിൽ വിദ്യാർത്ഥിയായി, ചെറുപ്പക്കാരുടെ സംഘടന യൂത്ത് കോൺഗ്രസ്സായി, INTUC ആയി, എല്ലാ മേഖലയിലും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ജില്ലയിൽ കഴിഞ്ഞ 4 ടേമായി കോൺഗ്രസ് MLA-മാരില്ല. പക്ഷേ അതിനുള്ള പണിപ്പുരയിലാണ് ഞങ്ങൾ. അപ്പോൾ ഈ മുന്നണി സംവിധാനത്തിൽ താറുമാറാക്കാൻ, മുന്നണി സംവിധാനത്തെ തകർക്കാൻ മനഃപൂർവ്വം വിദേശത്തിരുന്നു കൊണ്ട് ഷുക്കൂർ കാണിച്ച ആ കൂട്ടുകച്ചവടം, അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് മാത്രം വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ഉത്തര കേരളത്തിന്റെ ഉമ്മക്കി കാട്ടി ഇടുക്കിയിലെ, പ്രത്യേകിച്ച് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ വിരട്ടാൻ നോക്കിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
MA കരീമിനെ പോലെ സാധാരണക്കാരനായ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ തൊടുപുഴ നഗരസഭാ ചെയർമാനാക്കാൻ അവരുടെ പാർട്ടിയിലെ വരേണ്യവർഗത്തിന് താൽപ്പര്യമില്ലാത്തതാണ് തൊടുപുഴ നഗരസഭയിലെ പ്രശ്നങ്ങൾക്ക് കാരണം. സൗഹൃദ മത്സരം എന്നത് LDFന് വോട്ട് ചെയ്യാനുള്ള അവസരമാക്കി മുസ്ലിം ലീഗ് മാറ്റിയെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസിന് ആദ്യ ടേമിൽ 1 വർഷവും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും തുടർന്ന് 2 വർഷം വീതവുമാണ് ചെയർമാൻ പദവി തീരുമാനിച്ചിരുന്നത്. ദൗർഭാഗ്യവശാൽ അന്ന് ഭരണം കൈവിട്ടുപോയി. ആ ധാരണപ്രകാരം ഇപ്പോൾ അവശേഷിക്കുന്ന 16 മാസം കോൺഗ്രസിന് അവകാശപ്പെട്ടതാണ്. അത് ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കഴിയാത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നും CP മാത്യു പറഞ്ഞു. MA കരീം എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താല്പര്യമില്ല മുസ്ലിം ലീഗിലെ വരേണ്യ വർഗത്തിന്. അതുണ്ടായിരുന്നുവെങ്കിൽ 6 മാസക്കാലം 2ാമത്തെ ടേം മതി എന്നവർ സമ്മതിക്കുമായിരുന്നു. കരീമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. പൊന്നപ്പനെ പോലെ നൗഷാദ് മീദിനെ പോലുള്ള പല ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വന്നിട്ട് അവരെയെല്ലാം പുറംകാലിനെ തട്ടി തൊടിച്ച് മാറ്റിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്നത്. ആ ഭീഷണിയൊന്നും തൽക്കാലം കോൺഗ്രസിനോട് വേണ്ട എന്ന മാന്യമായ ഭാഷയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗ് മാറി നിൽക്കുന്നു എന്നാ പറയുന്നത്. അവര് സ്ഥിരമായി മാറി നിൽക്കട്ടെ. 2025 തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് ചെയർമാനെ ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും. അതിന് ലീഗിന്റെ സഹായം വേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കോൺഗ്രസിനെതിരെ ലീഗ് ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയാണ്. BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് ലീഗിനെ ഒഴിവാക്കിയതെന്നാണ് ഒരു ആരോപണം. എന്നാൽ MA കരീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായത് BJPയുടെ വോട്ട് വാങ്ങിയാണെന്ന കാര്യം മറക്കരുത്. മുന്നണിയുടെ എല്ലാ കാര്യങ്ങളും ലീഗിന്റെ തലയിലൂടെയാണ് പോകുന്നതെന്ന വിചാരം വങ്കത്തരമാണ്. 9ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് വാങ്ങുക മാത്രമാണ് ലീഗ് ചെയ്തത്. സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഷ്ടപ്പെട്ടത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും CP മാത്യു പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, ചാർലി ആന്റണി, തോമസ് മാത്യു കക്കുഴിയിൽ, ജോസ് അഗസ്റ്റിൻ എന്നിവരും പങ്കെടുത്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. 1979 മുതൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. 22-ാം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര യോഗം കൂടുമെന്നും വാഴൂർ സോമൻ MLA പറഞ്ഞു. ഈ വിഷയം സംബന്ധിച്ച് ജനങ്ങളിൽ ഒരു ആശങ്ക ശക്തമായി പരന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്ന് വയനാട്ടിലുണ്ടായ സംഭവവികാസങ്ങൾ, അതേപോലെ തന്നെ തുംഗഭദ്ര നദിയിൽ അവിടുത്തെ ഡാമിൻ്റെ ഗേറ്റ് പൊളിഞ്ഞു പോയത് തുടങ്ങിയ പ്രശ്നങ്ങളും അതിൻ്റെ വേഗം കൂട്ടുവാൻ ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും ശരി, ഈ വിഷയത്തിൽ വളരെ കരുതലോടെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 22-ാം തീയതി എൻ്റെ സാന്നിധ്യത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേരുന്നുണ്ട്. അവിടെ സ്ഥിതികൾ വീണ്ടും വിലയിരുത്തും. ആവശ്യമെന്ന് കണ്ടാൽ അടിയന്തര സന്ദർഭങ്ങളിൽ യോഗങ്ങൾ വിളിക്കുവാനും തീരുമാനമെടുക്കുവാനും ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. കാലപ്പഴക്കം മൂലം ദുർബലമായ മുല്ലപ്പെരിയാർ ഡാം എത്രയും വേഗം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 20-ന് ഉപ്പുതറയിൽ നടക്കുന്ന ഏകദിന ഉപവാസ സമരം കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് ഉദ്ഘാടനം ചെയ്യും. കാലപ്പഴക്കം മൂലം ദുർബലമായ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട സുപ്രീം കോടതിയിൽ നിലവിലുള്ള കേസിൽ കക്ഷി ചേർന്ന് ഡാമിന്റെ സുരക്ഷാ പരിശോധന നടത്തുവാൻ ആവശ്യപ്പെടേണ്ട കേരള സർക്കാർ കടുത്ത അവഗണനയാണ് വിഷയത്തിൽ കൈക്കൊള്ളുന്നത്. ഡാമിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇത് നിർമ്മിച്ച ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ ഡാമിന് മാക്സിമം വന്നാൽ 60 വർഷമേ പഴക്കമുള്ളൂ എന്ന് വെച്ചാൽ 60 വർഷം കഴിഞ്ഞ് 130 വർഷത്തോട്ട് പ്രവേശിക്കുമ്പോൾ പോലും ഈ ഡാം നിൽക്കുന്നു എന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മഹാ അത്ഭുതങ്ങളൊന്നാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്. റിക്ടർ സ്കെയിലിൽ ചെറിയ ഒരു 3-ൽ താഴെ പോലും ഉണ്ട്, 2-ന് മുകളിൽ 3 വരെയുള്ള എങ്കിലും ഒരു ഭൂകമ്പം പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡാം തകർന്ന് തരിപ്പണമാകുമെന്നുള്ളത് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ആശങ്ക അകറ്റി
ഒരു വ്യക്തമായ തീരുമാനത്തോടുകൂടി ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം ഉണ്ടാകാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 20-ാം തീയതി ഉപ്പുതറയിൽ എന്നെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര ഉപ്പുതറയിൽ ഏകദിന ഉപവാസം നടത്തപ്പെടുകയാണ്. ഈ ഉപവാസ സമരത്തിന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിക്കും. കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് ചെയർമാനും മുൻ MP-യും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ കേസുകൾ നടത്തുകയും ചെയ്ത ബഹുമാന PC തോമസ് ex-MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ സുരക്ഷയിൽ തമിഴ്നാടിന് വെള്ളമെന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ പ്രശ്നം പരിഹരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രധാനപ്പെട്ട കാരണം അതാ പറഞ്ഞത്, കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മധ്യസ്ഥതയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഇത് ജനങ്ങളുടെ സുരക്ഷയെ കരുതി അടിയന്തരമായിട്ട് ഡീകമ്മീഷൻ ചെയ്യണം. അതിനകത്ത് നമ്മളതിനകത്ത് പറഞ്ഞ ജയിക്കാൻ വേണ്ടി പറയണ്ട. സുപ്രീം കോടതിയിലെ കേസ് വയ്ക്കുന്നത് ഞാനൊരു നിയമത്തിന്റെ മനുഷ്യനാണ്. സുപ്രീം കോടതിയിലെ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ ഡാമിന്റെ ബലത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഏജൻസിയെ വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കേരളം കക്ഷി ചേർന്നിട്ടില്ല. കക്ഷി ചെയ്യാമെന്ന് പറയണം. ഈ ഡാമിനെ സംബന്ധിച്ച് ബലമുണ്ടെങ്കിൽ ഇരിക്കട്ടെ. ഈ ഡാമിന് ബലമുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് ഇവിടുത്തെ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയല്ല. ബലമുണ്ടോ എന്ന് പറയാം. ഒരു ഡാമിനെ സംബന്ധിച്ച് അതിൻ്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന അന്താരാഷ്ട്ര ഏജൻസികളുണ്ട്. അവരുടെ ഫീസ് കൊടുത്താൽ മതി. ഓഗസ്റ്റ് 20-ാം തീയതി 11 മണിക്ക് ഉപ്പുതറയിൽ വമ്പിച്ച ഏകദിന ഉപവാസ സമരവും നടത്തും. സമരത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിക്കും. പാർട്ടി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് PC തോമസ് ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അപ്പു ജോസഫ് ജോൺ, ആന്റണി ആലഞ്ചേരി, നോബിൾ ജോസഫ്, ജോസി ജേക്കബ്, ഷീല സ്റ്റീഫൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ തോമസ് പെരുമന, സാബു വേങ്ങവേലിയിൽ, OT ജോൺ, ഓലിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽപ്പെട്ട ക്ഷീരകർഷകരെ സഹായിക്കാനുള്ള വിവിധ പദ്ധതികളുമായി സർക്കാർ മുമ്പോട്ട് പോവുകയാണെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. വരുന്ന 3 മാസത്തേക്ക് ആവശ്യമുള്ള കാലിത്തീറ്റ സംഭരിച്ച് എല്ലാ ക്ഷീരസംഘങ്ങൾ മുഖേനയും വിതരണം ചെയ്യും. മരണപ്പെട്ട പശുക്കളുടെ ഉടമകൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചുള്ള ഫണ്ടുകൾ നൽകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തിവരികയാണ്. തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്കും ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്കും സർക്കാർ സഹായം നൽകും. ദുരന്ത മേഖലയിലെ ക്ഷീരകർഷകരെ സർക്കാർ കൈവിടില്ലെന്നും ജെ ചിഞ്ചുറാണി മൂന്നാറിൽ പറഞ്ഞു. ആവശ്യമുള്ള തീറ്റകൾ മുഴുവൻ സംഭരിച്ച് എല്ലാ ക്ഷീരസംഘങ്ങൾ വഴി വിതരണം ചെയ്യുന്നു. മരണപ്പെട്ട പശുക്കൾക്കെല്ലാം ദേശീയ ദുരന്ത നിവാരണ പദ്ധതി അനുസരിച്ചിട്ടുള്ള ഫണ്ടുകൾ കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പ് അവർക്ക് പശുക്കളെ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, തൊഴുത്ത് നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്, ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഇതെല്ലാം ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് തന്നെ ഞങ്ങൾ തന്നെ പദ്ധതികൾ അവിടെ ചെന്നിരുന്ന് തയ്യാറാക്കി ഇന്നും അതിൻ്റെ പദ്ധതിയുടെ അവലോകനം നടത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കുണ്ടള അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി. അണക്കെട്ടിലെ 2 ഷട്ടറുകൾ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. നിലവിൽ മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. കനത്ത മഴയിൽ ജില്ലയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. ജലനിരപ്പ് സംഭരണ ശേഷിയുടെ പരമാവധിയിലേക്ക് എത്തിയതോടെയാണ് കുണ്ടള അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നത്. ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന സാഹചര്യത്തിൽ മുതിരപ്പുഴയുടെയും കുണ്ടളയാറിന്റെയും തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. കുണ്ടള അണക്കെട്ട് തുറന്നതോടെ വെള്ളം ഒഴുകി മാട്ടുപ്പെട്ടി അണക്കെട്ടിലേക്കാണ് എത്തുന്നത്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നിലവിൽ മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് മികച്ച വിജയം നേടുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു. കാൽവരിമോണ്ട് മേഘമല റിസോർട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. 2025 നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ KPCC ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയായ മിഷൻ 2025ന്റെ ഭാഗമായാണ് കോൺഗ്രസ് കട്ടപ്പന ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള ക്യാമ്പ് എക്സിക്യൂട്ടീവിന് ശേഷമാണ് നിയോജക മണ്ഡലം തലത്തിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടന്നുവരുന്നത്. കാൽവരിമൗണ്ടിൽ വെച്ച് നടത്തിയ ക്യാമ്പ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കഴിഞ്ഞ കുറെ കാലം നമുക്ക് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വരൾച്ചയുണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് വരുന്നതിന്. ഒന്നാമത് ചെറുപ്പക്കാരുടെയൊക്കെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറവുണ്ട്.
അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള ഒരു ആഭിമുഖ്യത്തിന് കുറവുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അലയൊലികൾ നേരെ കേരളത്തിൽ വന്നിട്ടുണ്ട്. പുതിയ തലമുറ രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും അങ്ങനെയുള്ള യുവ നേതാക്കന്മാരിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. യൂത്തിന് പ്രത്യാശ കൊടുത്താൽ അവർ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ അതിന് അവർക്ക് പ്രത്യാശ കൊടുക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ കോൺഗ്രസിനുണ്ട് എന്നുള്ള ഒരു വികാരം അവരിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഇടുക്കി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് ജോർജ് അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറി S. അശോകൻ, DCC പ്രസിഡന്റ് CP മാത്യു, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, AICC അംഗം അഡ്വക്കേറ്റ് EM മാഗസ്തി, ഇബ്രാഹിംകുട്ടി കല്ലാർ, റോയ് കെ പൗലോസ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. കട്ടപ്പന, ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും ക്യാമ്പിൽ പങ്കെടുത്തു. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി. LDF അംഗങ്ങൾ ആരും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്താത്തതിനാലാണ് പ്രമേയം തള്ളിയത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ ആകെ 14 സീറ്റുകളാണുള്ളത്. ഇതിൽ LDF 7, UDF 7 എന്നിങ്ങനെയാണ് കക്ഷിനില. നറുക്കെടുപ്പിലൂടെയായിരുന്നു LDFിലെ പ്രസിഡന്റായി ജോർജ് പോൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച UDF അംഗങ്ങൾ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ 7 UDF അംഗങ്ങൾ പങ്കെടുത്തെങ്കിലും LDFിലെ ആരും എത്തിയില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും യോഗത്തിൽ പങ്കെടുത്തില്ല. ഇതേ തുടർന്ന് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുത്തുമില്ല. തുടർന്ന് 1.5 മണിക്കൂറിന് ശേഷം ഒപ്പുവെച്ച് 7 UDF അംഗങ്ങളും പിരിഞ്ഞുപോയി. പരാജയം ഉറപ്പായതോടെയാണ് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാതെ LDF വിട്ടുനിന്നതെന്ന് UDF അംഗം വിൻസെന്റ് വെള്ളാടിയിൽ പറഞ്ഞു. പൂർണ്ണമായിട്ടും ഫണ്ട് ചെലവഴിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇന്ന് വാഴത്തോപ്പ് പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അതിനെ ഞങ്ങൾ പ്രതിരോധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അവർ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ അവിശ്വാസ പ്രമേയ ചർച്ച കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള 7 പേര് LDFിൻ്റെ ഉണ്ട്. ആ 7 പേരിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില ആളുകൾ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഈ അവിശ്വാസ പ്രമേയ ചർച്ച ഇപ്പോഴല്ല, ഇതിനു മുൻപേ നിങ്ങൾ കൊണ്ടുവരേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇതിനോട് അനുകൂലിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വരികയില്ല എന്നുള്ള രീതിയിൽ അവരുടെ ചില മെമ്പർമാർ ചില സൂചനകളൊക്കെ തന്നിരുന്നു. അപ്പോൾ അവർക്ക് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ പങ്കെടുക്കാതിരുന്നത്. പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള സംശയം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധിക്കാരപരമായിട്ടുള്ള നടപടികൾ, ധാർഷ്ട്യം നിറഞ്ഞ അദ്ദേഹത്തിന്റെ ആ സംസാരം, അതിനെല്ലാം എതിരായിട്ടാണ് ഞങ്ങളിവിടെ അവിശ്വാസ പ്രമേയ ചർച്ച കൊണ്ടുവന്നത്. അതേസമയം UDFിന്റെ ആരോപണങ്ങളെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള രാഷ്ട്രീയ എതിർപ്പുകൾ മാത്രമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കാരണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ പ്രതികരിച്ചു. വികസന പ്രവർത്തനം എങ്ങനെയാണ് തടസ്സപ്പെടുത്തേണ്ടത് എന്ന് ഇവർ ശാസ്ത്രീയമായി പഠിച്ചിട്ട് അതിന്റെ പരിപാടി നടത്തുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അല്ലാണ്ട് ഞങ്ങൾ 100% ഫണ്ട് ചെലവാക്കുന്ന പ്രവർത്തനങ്ങളാണ് ചിട്ടപ്പെടുത്തിയത്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ചെറിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക വരുന്നതിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതൊക്കെ ഭംഗിയായി ഇപ്പൊ ലാസ്റ്റായി. എന്നാലും ഞങ്ങൾ 70% മുകളിൽ മുഴുവൻ ഫണ്ട് ചെലവാക്കുന്ന കാര്യത്തിൽ ഇതുണ്ട്. പിന്നെ ലാസ്റ്റ് തവണ കൊടുത്ത ബില്ല് അത് ക്യൂവിൽ നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. അല്ലെങ്കിൽ ഇത് 100% ഫണ്ട് ചെലവാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ. അടുത്തിടെ നടന്ന വാഴത്തോപ്പ് ബാങ്ക് തെരഞ്ഞെടുപ്പിലും UDFിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നേരിയ വോട്ടുകൾ മാത്രമാണ് UDFിന് നേടാനായത്. അടിക്കടിയുള്ള പരാജയങ്ങൾ UDFിനെ രാഷ്ട്രീയമായി വിളറി പിടിപ്പിച്ചതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ആരോപണങ്ങളും അവിശ്വാസ പ്രമേയവുമായി UDF അംഗങ്ങൾ രംഗത്ത് വന്നതെന്നും ഭരണസമിതി പ്രതികരിച്ചു. ഇടുക്കിയിൽ നാശം വിതച്ച് കാട്ടാനകളും കാട്ടുപോത്തും. മൂന്നാർ ചിറ്റുവാരയിൽ പടയപ്പ കൃഷി നശിപ്പിച്ചു. ചിന്നക്കനാൽ ആലയിറങ്കലിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. മൂന്നാർ നല്ലതണ്ണിയിൽ കാട്ടുപോത്തിറങ്ങി. നല്ലതണ്ണി എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്താണ് കാട്ടുപോത്തിറങ്ങിയത്. പകൽ സമയത്തും കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ചിറ്റുവാര സൗത്ത് ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പടയപ്പ ഏതാനും നാളുകളായി ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായിരിക്കുകയാണ്.
ആനയിറങ്കൽ ഡാം സെക്യൂരിറ്റി കെട്ടിടത്തിന് സമീപത്ത് പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു. ഡാം ഓപ്പറേറ്റർ ആർ കപിലിന്റെ വാഹനമാണ് തകർത്തത്. വാഹനം പൂർണ്ണമായും തകർന്നതായി കപിൽ പറഞ്ഞു. രാത്രി ഞാൻ ഇവിടെ ഡാമിന്റെ ഓപ്പറേറ്റർ ഇവിടെ ഡ്യൂട്ടി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നൈറ്റ് ഒരു 3 മണിയാകുമ്പോൾ മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞായിരുന്നു. ഞങ്ങൾ പുറത്ത് ഇറങ്ങി ഒന്ന് നോക്കി, ശബ്ദം കേട്ടായിരുന്നു. പുറത്ത് ഇറങ്ങി നോക്കി ടാർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഇവിടെ ഒരു 8 ആന എന്നിട്ട് എൻ്റെ വണ്ടീനെ മൊത്തം കയറി തട്ടി ഇത് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ മഴയും കൂടി പിന്നെ ഭാഗത്ത് പോയി കയറി കിടന്നു. 8 ആനകളടങ്ങിയ കൂട്ടമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവ 301 വീട് തകർത്തിരുന്നു. ആനയിറങ്കലിൽ വാഹനം തകർത്ത ശേഷം ആനകൾ 1 മണിക്കൂറോളം ഇവിടെ നിലയുറപ്പിച്ചു. പിന്നീട് ശങ്കരപാണ്ഡ്യൻ വീട്ടിലേക്ക് നീങ്ങി. തങ്കമണി കാറ്റാടിക്കവലയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് പരിക്കേറ്റു. വാഹനം നിയന്ത്രണം തെറ്റി റോഡിന് സമീപമുള്ള വീട്ടിലേക്ക് പതിച്ച വീടിന്റെ അടുക്കള പൂർണ്ണമായി തകർന്നു. കാറ്റാടിക്കവലയിൽ നിന്നും തങ്കമണിയിലേക്ക് പോകുകയായിരുന്ന വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിസ്സാര പരിക്കുകളോടെ യുവാവിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഹനം നിയന്ത്രണം തെറ്റി വരിക്കൽ ബാലന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് പതിച്ചത്. വാഹനം വന്നിടിച്ചതിന്റെ ആഘാതത്തിൽ വീടിന്റെ അടുക്കള പൂർണ്ണമായും തകർന്നു. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപ് താൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായതായി ബാലന്റെ ഭാര്യ സരസമ്മ പറഞ്ഞു. ഭർത്താവും മക്കളും 2 പേരും പണിയാൻ പോയി കഴിഞ്ഞ് മിറ്റം അടിക്കാൻ നേരത്ത് അത്യാവശ്യം പണി തീർത്തേച്ച് ഞാൻ പുറത്തോട്ടിറങ്ങി മിറ്റം അടിക്കാൻ തുടങ്ങിയപ്പം ഇങ്ങനെ ചില്ലല്ലാടെ എൻ്റെ മണ്ടയിലോട്ട് വന്ന് വീഴുമായിരുന്നു. വീഴുന്ന ഒച്ച കേട്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് മാറുമ്പം ഈ വണ്ടി ഇങ്ങനെ വന്ന് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഞാൻ റോഡിൽ കയറി അപ്പോൾ അയൽവക്കത്തുള്ളവരെല്ലാവരും ഓടി വന്നപ്പോൾ ആ വണ്ടിയിലെ കൊച്ച് ഇങ്ങനെ ഇത് വണ്ടിക്കകത്തുനിന്ന് വലിഞ്ഞു കയറി വരുന്നുണ്ട്. പിന്നെ അയൽവക്കത്തു നിന്ന് വന്ന കൊച്ചിനോടെ കൂട്ടി ഞങ്ങൾ പെട്ടെന്ന് അവനെ ആശുപത്രിയിലാക്കി. പലവിധത്തിലുള്ള സഹായത്തോടെ നിർമ്മിച്ചെടുത്ത വീട് തകർന്നതിന്റെ വിഷമത്തിലാണ് ഈ നിർധന കുടുംബം. തങ്കമണി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്ത് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. കുമളിയിൽ നിന്നും സത്രത്തിലേക്ക് പോവുകയായിരുന്ന ഓഫ് റോഡ് ജീപ്പും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വള്ളക്കടവ് കുരിശുമൂട്ടിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന കുരിശുമൂട് സ്വദേശി രൂപൻ രാജു സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് സത്രത്തിലേക്ക് വിനോദസഞ്ചാരികളുമായി പോകുകയായിരുന്ന ജീപ്പുമായി കൂട്ടിയിടിച്ചത്. കറുപ്പുപാലത്തിന് സമീപം വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ജീപ്പിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ രൂപനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചുരക്കുളം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഇയാളുടെ 2 കൈകൾക്കും തോളിനും കാര്യമായ പരിക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത്. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബാംഗങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് PS സജി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ദേവികുളം താലൂക്കിൽ തോട്ടം മേഖലയിലെ താമസക്കാരായ കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുവെന്നാണ് ആക്ഷേപം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണിപ്പോൾ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത്. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് PS സജി പറഞ്ഞു. ജാതി സർട്ടിഫിക്കറ്റ് സമീപിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും സഹാക്കന്മാരും പറയുന്നത് ദേവികുളം നിയോജക മണ്ഡലം മത്സരിച്ച D. കുമാർ MLA ആയ A. രാജയ്ക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടാണെന്ന് പറയുന്നത്. A. രാജ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങി മത്സരിച്ച് ജയിച്ചത് കൊണ്ടാണ് അത് D. കുമാർ കേസ് കൊടുക്കാനുള്ളത്. ആ കേസ് കൊടുത്തത് മൂലമാണ് ഇപ്രകാരം ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള കാലതാമസം നേരിടുമെന്ന് പറഞ്ഞു വരുത്തിയതാണ്. യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടത്തി ശേഷം പട്ടികജാതി വിഭാഗക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഭരണസ്വാധീനം ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് മത്സരിച്ച A. രാജയ്ക്കെതിരെ D. കുമാർ കേസ് ഫയൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. ആ കേസ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരാളെ പഴിചാരിക്കൊണ്ട് 10,000-കണക്കിന് ആളുകളുടെ അവകാശങ്ങളെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ശരിയല്ല. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ
എത്രയും വേഗം യഥാർത്ഥ ആളുകൾക്ക് കാലതാമസം കൂടാതെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് അവരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പറയുവാനുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. വയനാട് സ്കൂളിന് കൈത്താങ്ങുമായി കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ചാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് പണം കണ്ടെത്തുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റ രാത്രി കൊണ്ട് ദുരിതം പെയ്തിറങ്ങിയ മണ്ണിൽ മനുഷ്യനും അവരുടെ വിയർപ്പിന്റെ സമ്പാദ്യവുമെല്ലാം ഉരുൾ കവർന്നെടുത്തു. അതിനോടൊപ്പമാണ് നിരവധി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ വിദ്യാലയത്തിനും നാശം സംഭവിച്ചത്. ആ നാടിനെയും വിദ്യാലയത്തിനെയും കൈപിടിച്ചുയർത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. അതിനായി ഭരണ സംവിധാനങ്ങളെല്ലാം പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനോടൊപ്പമാണ് വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുനരുദ്ധാരണ ഫണ്ടിനായി കട്ടപ്പന ഓസാനം ഹയർ സെക്കൻഡറി സ്കൂൾ സജ്ജമാകുന്നത്. കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ച പണം കണ്ടെത്തി സ്കൂൾ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് പദ്ധതി. നാം ഭാരതത്തിന് പ്രതിജ്ഞ ചെല്ലാറുണ്ട്. ഭാരതം എൻ്റെ നാടാണ്. എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരെന്ന് പറയാറുണ്ട്, എത്തിച്ചെല്ലാറുണ്ട്. അപ്പോൾ ഒരു സഹോദരൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മുടെയും വേദനയാണ്. വയനാട്ടിലെ സഹോദരരുടെ വേദനയെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു കൈത്താങ്ങാകുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഇവിടെ ആയിരിക്കുക. ഈ കൈത്താങ്ങിൻ്റെ പേര് എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു പേരാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കപ്പയും മുളകും ചലഞ്ച് എന്നുള്ളതാണ്. നമ്മൾ ബിരിയാണി ചലഞ്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകാം. ഇവിടെ കപ്പയും മുളകും ചലഞ്ച് എന്നാണ് ഞങ്ങൾ ഇതിന് പേരിടുന്നത്. അത് മറ്റൊന്നുമല്ല, അവിടെയുള്ള സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓസാനം സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു പണം സ്വരൂപിച്ച് ആ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ആ സ്കൂളിന് കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ ചലഞ്ചിനെ കുറിച്ചാണ് ഇവിടെ അവതരിപ്പിക്കുക. സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹോദരന്മാരാണ് സഹോദരിമാരാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ഒരു സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായി നാളെ കട്ടപ്പനയിലും സമീപ പ്രദേശത്തുമുള്ള കടകളിൽ കപ്പയും മുളകും കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് ഒരു 50 രൂപയെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ഇങ്ങനെ സ്വരൂപിക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏകദേശം 1 ലക്ഷം രൂപയും മേളിൽ ഒരു എമൗണ്ട് പ്രതീക്ഷിക്കുന്നു. ആ പൈസ അവിടെയുള്ള സ്കൂളിന് പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ PTA ചേർന്നാണ് വ്യാഴാഴ്ച പരിപാടി നടത്തുന്നത്. വിദ്യാർത്ഥികൾ സേവന സന്നദ്ധതയും സാമൂഹ്യ അവബോധവും വളർത്താൻ ഈ പ്രവർത്തനം ഉപകരിക്കുന്നു. കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മനു കെ മാത്യു, വൈസ് പ്രിൻസിപ്പാൾ TJ ഡേവിസ്, PTA വൈസ് പ്രസിഡന്റ് സുബിൻ ബേബി, SPC കോർഡിനേറ്റർ ഷാജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ അരണക്കൽ ഹില്ലാഷ് ഡിവിഷൻ മണ്ണിൻ മൈന്ദർ ഫാമിലി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ സമാഹരിച്ച വയനാട് ദുരന്ത നിവാരണ തുക ഇടുക്കി ജില്ലാ കളക്ടർക്ക് കൈമാറി. കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ 20,000 രൂപയാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകിയത്. ഗ്രൂപ്പ് അംഗങ്ങളായ സുരേഷ് കുമാർ, അനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സമാഹരിച്ചത്. മലയോര ഹൈവേ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതോടെ കാഞ്ചാർ പാലാക്കടയിൽ യാത്രാക്ലേശം രൂക്ഷം. പാലാക്കടയിൽ കലിങ്കുകളുടെ ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ വൈകുന്നത് ഗതാഗത തടസ്സത്തിനും അപകടങ്ങൾക്കും കാരണമാവുകയാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട ഭാഗമായ കാഞ്ചാർ പാലാക്കടയിലാണ് ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി ഉയരുന്നത്. മുൻപ് ഇവിടെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. അവ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. എന്നാൽ നിലവിൽ കലിങ്കുകളുടെ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലാണ്. പാലാക്കടയിലെ 100 മീറ്ററിലധികം ദൂരമാണിപ്പോൾ ടാറിംഗ് ഉൾപ്പെടെ ചെയ്യാനുള്ളത്. ഇതോടെ ഇവിടെ വലിയ യാത്രാ ദുരിതമാണ് അനുഭവപ്പെടുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് കാഞ്ചാർ പാലാക്കടയിലെ കലിങ്കിൻ്റെ നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതുവഴി കടന്നു വരുന്ന വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കെല്ലാം യാത്ര വളരെ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ വേഗത കൂട്ടി ഇതിന് പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. പാത കുണ്ടും കുഴിയുമായി കിടക്കുന്നതിനാൽ മഴ പെയ്യുന്നതോടെ വെള്ളക്കെട്ടും രൂക്ഷമാകും.
കൂടാതെ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നിർമ്മാണം നടക്കാത്ത ഭാഗം ഒഴിച്ചാൽ ഇരുവശങ്ങളിലും BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതോടെ അമിത വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയും അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രാത്രികാലങ്ങളിൽ വഴി പരിചയമില്ലാതെ എത്തുന്ന ആളുകൾ അപകടത്തിൽ പെടാനും സാധ്യതയേറെയാണ്. അടിയന്തരമായി ഈ ഭാഗത്തെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണം ഇഴയുന്നതായി ആക്ഷേപം. സർക്കാർ ബജറ്റിൽ പെടുത്തി 5 കോടി അനുവദിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ഭരണകാലത്ത് MM മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോഴാണ് ഓഫീസിന് തറക്കല്ലിട്ടത്. 2011 എഗ്രിമെന്റ് വെച്ച് നിർമ്മാണം തുടങ്ങിയ ഓഫീസിന്റെ ഒരു നില മാത്രമാണ് നിലവിൽ വാർക്കാനായത്. നിർമ്മാണം തുടങ്ങിയ ശേഷം 2023 വരെ ഒരു നില പോലും വാർത്തിരുന്നില്ല. വാർക്കുവാനായി കെട്ടിയ കമ്പികൾ മുഴുവൻ തുരുമ്പെടുത്ത് കുറെ കാലം കിടന്നിരുന്നു. ഇത് മാധ്യമ വാർത്തയായതിനെ തുടർന്ന് തുരുമ്പെടുത്ത കമ്പികൾ മാറ്റാതെ തന്നെ കോൺക്രീറ്റിംഗ് നടത്തുകയായിരുന്നു. അത് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടാക്കുമെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത്. രാജാക്കാട് പഞ്ചായത്തിന്റെ കെട്ടിടം പണി ആരംഭിച്ചിട്ട് ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും അതിൻ്റെ ഒരു നില പോലും പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. MM മണി മന്ത്രിയായിരുന്നപ്പോൾ, മകൾ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 5 കോടി രൂപ അനുവദിച്ചിട്ട് കാലം 7-8 വർഷമായി. 8 വർഷമായിട്ടും ഇതുവരെ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്കോ അല്ലെങ്കിൽ LDF 2ാം റൗണ്ട് അധികാരത്തിൽ വന്ന LDF സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നു, ഇത് MM മണിയും സർക്കാരും കൂടി ഒത്തുകളിച്ചുകൊണ്ട് രാജാക്കാട് പഞ്ചായത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ പൈസ അനുവദിച്ചെന്ന് പറയുകയും അങ്ങനെ കെട്ടിടം പണി ആരംഭിക്കുകയും ചെയ്തതാണ്. ഞങ്ങൾക്കിപ്പോൾ ശക്തമായ സംശയമുണ്ട് ഈ ബഡ്ജറ്റിൽ ഈ പണം അനുവദിച്ചിട്ടുള്ളതാണെന്ന്. നമുക്കറിയാം, ഇന്ന് ഒരു ലുലുമാൾ പോലുള്ള വൻ കെട്ടിടം പണിയണമെങ്കിൽ പോലും ഒരു 2 വർഷം മതി. 7-8 വർഷമായിട്ട് ഇതിൻ്റെ ഒരു നില പോലും പണിയാൻ കഴിയാതെ രാജാക്കാടിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചും പറ്റിച്ചും ആളുകൾ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടും LDF സർക്കാർ അനുവദിച്ച പഞ്ചായത്തിൻ്റെ കെട്ടിടമാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നല്ലാതെ ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. 2011 മുതൽ രാജാക്കാട് പള്ളിവക വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസും അനുബന്ധ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കെട്ടിടത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം ഇഴയുകയാണ്. പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ചെമ്മണാർ സ്വദേശിയായ കരാറുകാരനാണ് നിർമ്മാണ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. 2 നിലകളിലായി ഓഫീസ് സമുച്ചയവും 3ാം നിലയിൽ ഹാളുമായിട്ടാണ് പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയ വാർക്കകളുടെ ബിൽ മാറി ലഭിക്കാത്തതും കാലാവസ്ഥാ വ്യതിയാനവുമാണ് നിർമ്മാണ ജോലികൾ വൈകാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് പറഞ്ഞു. നമുക്ക് അത് 2011 നമുക്ക് നമ്മൾ തുടങ്ങിയത്. കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് 5 കോടി രൂപ അനുവദിച്ച് കിട്ടിയതാണ്. നമ്മളതും പ്രകാരം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കോവിഡിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും ഒക്കെ വർക്കിനെ ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വർക്ക് ഇപ്പം 1 നില വരെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മേളത്തെ 1 നിലയും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട്, കട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വർക്ക് എന്നും തന്നെ ഉണ്ട്. പിന്നെ ഇച്ചിരി ഒരു സ്പീഡ് കുറവുണ്ട്. അത് നമ്മൾ കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബില്ല് മാറുന്ന കാര്യമൊക്കെയാണ് പുള്ളി നമ്മളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണസമിതി അംഗങ്ങളെല്ലാവരും കൂടി ഇടപെട്ട് അതിനിപ്പോൾ സ്പീഡായിട്ട് വരുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ പൂർത്തീകരിക്കാവുന്ന രീതിയിൽ 6 മാസ സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ കരാറുകാരനാണ് പഞ്ചായത്തിൽ അനുവദിച്ച ഹോമിയോ ആശുപത്രി നിർമ്മാണ കരാറും ഏറ്റെടുത്തിരിക്കുന്നത്. കാരണങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കണമെന്നതാണ് പൊതുജനത്തിന്റെ ആവശ്യം. സഹോദരങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിന്റെയും കരുതലിന്റെയും കാര്യത്തിൽ കേരളം മികച്ച മാതൃകയാണെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS. എഴുകുമ്പയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിമുക്ത ഭടന്മാരെ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. എഴുകുംവയൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വിമുക്ത ഭടന്മാരായ 9 പേരെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ആദരിച്ചു. തൊട്ട് തന്നെ നമ്മളെല്ലാവർക്കും ഒരു
അഭിമാനം ബഹുമാനമുണ്ട് എക്സ് മിലിറ്ററി ഡിഫൻസ് പേഴ്സൺ എന്ന് പറയുമ്പോൾ. അതിൽ ഞങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു 10 ദിവസം ഞങ്ങൾ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുള്ളൂ, LOC കാശ്മീരിലായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ. സോ അപ്പോൾ രാത്രി ആ പേര് എനിക്കിപ്പോൾ ഓർക്കുന്നില്ല, രാത്രി ഫുള്ളി അവിടെ ലൈനിൽ നമ്മൾ ഇത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്കൊരു ഡ്രസ്സ് കൊടുക്കും. ആ ഡ്രസ്സ് കൊടുത്തിട്ട് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് -10 -15 ഡിഗ്രീസ് ആയിരിക്കും. ആ സമയം നമുക്ക് അത് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സാണ് ഞങ്ങൾക്ക് കൊടുത്തത്. അത് ഇട്ടിട്ട് നടക്കാൻ ഒരു ദിവസം നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ അവിടെ തന്നെ ജീവിച്ച ആൾക്കാരാണ് നമ്മുടെ ഡിഫൻസ് പേഴ്സണൽ. നമ്മുടെ ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ അവരവിടെ കഷ്ടപ്പെട്ടേ പറ്റൂ. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം നമുക്കിങ്ങനെ ആദരിക്കൽ ചടങ്ങ് ചെയ്യുന്നതോടെ ഞാൻ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് ഒരു വിറ്റ്നസ് ചെയ്യുന്നതിൽ തന്നെ എനിക്കൊരു സന്തോഷം ഉണ്ട്. എഴുകുംവയൽ സ്പൈസ് വാലി റോട്ടറി ക്ലബ് പ്രസിഡന്റ് റാണ തോണക്കര അധ്യക്ഷനായിരുന്നു. നെടുങ്കണ്ടം സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ വീസ്കറിയ മുഖ്യപ്രഭാഷണം നടത്തി. മിലിറ്ററി കന്റോൺമെൻറ്റിലും ഇവർക്കറിയാം, പട്ടാളത്തുള്ള അലവാദ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 11 SSB ഇൻ്റർവ്യൂവിനായിട്ട് ഞാൻ പോയിരുന്നു. നിർഭാഗ്യവശാൽ ഇൻ്റർവ്യൂവിൻ്റെ 5ാമത്തെ ദിവസം, പട്ടാളത്തിലുള്ളവർക്ക് 5ാമത്തെ ദിവസം ഞാൻ പരാജയപ്പെട്ടു. ലാസ്റ്റത്തെ ദിവസമാണ് പരാജയപ്പെട്ട്. ഞങ്ങൾ കേരളത്തിൽ നിന്ന് 3 പേരാണ് പങ്കെടുത്തത്. അതിനകത്ത് ഞങ്ങൾ 2 പേര് പരാജയപ്പെട്ടു. 3ാമത്തെ ആൾ ഞാനിപ്പോഴും ഓർക്കുന്നു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മറൈൻ ജിയോഫിസിക്സ് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. പുള്ളി പാസ്സായി, പുള്ളി ഓഫീസറായിട്ട് കിട്ടി. ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിലെ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഞാനന്ന് പോയത്. പക്ഷേ എൻ്റെ ആ 5 ദിവസത്തെ എനിക്കുണ്ടായ കുറവുകൾ എന്താണെന്ന്, എനിക്ക് എൻ്റെ ജീവിതത്തിലെ, എൻ്റെ വ്യക്തിത്വത്തിലെ മുഴുവൻ കുറവുകളും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ 5 ദിവസങ്ങളായിരുന്നു അത്. ആ തോൽവി എന്നെ കൊണ്ട് എത്തിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലെ വിജയമാണ്. സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ വളരെ നീണ്ട ഏകദേശം 35-40 മിനിറ്റ് നേരം തിരുവനന്തപുരം ജില്ലാ PSC ഓഫീസിൽ PSC ചെയർമാൻ സ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഒരു ഭയാശങ്കകളുമില്ലാതെ എല്ലാ ചോദ്യത്തിനും വളരെ വ്യക്തമായും സുതാര്യമായും ഉത്തരം പറയാൻ എനിക്ക് പറ്റിയത് എനിക്ക് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായ SSB ഇൻ്റർവ്യൂവിലെ എൻ്റെ തോൽവിയാണ്. തീർച്ചയായിട്ടും അതെന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. റോട്ടറി ഡിസ്ട്രിക്ട് ഡയറക്ടർ യൂനിസ് സിദ്ദിഖ്, റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ ഷിഹാബ് ഈട്ടിക്കൽ, അസിസ്റ്റന്റ് ഗവർണർ ബിജു തോമസ്, GGR സാബു മാലിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചീഫ് സെക്യൂരിറ്റി ഓഫീസർ റിട്ടയർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിലായി ഭാഷാ പ്രസംഗങ്ങൾ, നൃത്തശില്പങ്ങൾ, ദേശഭക്തി ഗാനങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ തുടങ്ങിയ വിദ്യാർത്ഥികൾ വ്യത്യസ്ത പരിപാടികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറപ്പള്ളി അധ്യക്ഷനായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചീഫ് സെക്യൂരിറ്റി ഓഫീസറുമായ റിട്ടയർഡ് ക്യാപ്റ്റൻ സുബിൻ ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്ത സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. Independence again is not just celebrated on one day. The spirit of independence is not just for this particular moment where we hold the flag, national flag. The spirit of independence is a journey which requires our commitment for justice, equality and liberty which we take to the world. We need the courage to stand in front of the world to hold these ideals throughout the life. Education is the powerful tool in front of us to hold these 3 ideals as we move forward.
പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടികൾ അവതരിപ്പിച്ച ദേശീയ നേതാക്കളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രച്ഛന്നവേഷ മത്സരം ശ്രദ്ധയാകർഷിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്വിസ് മത്സരങ്ങളിലും പ്രസംഗ മത്സരങ്ങളിലും വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ ഡേവിസ് ടി ജെ, ഫാദർ വിപിൻ, സ്കൂൾ ക്യാപ്റ്റൻ പത്മപ്രിയ എന്നിവർ സംസാരിച്ചു. വിഭജന ഭീകരതയുടെ സ്മൃതിദിന സദസ്സ് കട്ടപ്പനയിൽ നടന്നു. കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ഹാളിലാണ് സ്മൃതിദിന സദസ്സ് സംഘടിപ്പിച്ചത്. കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ജനത അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്ന വില എന്താണ്? ഇതൊക്കെ നമുക്ക് ഓർമ്മിച്ചെടുക്കേണ്ടി വരും. നമുക്ക് വേണ്ടിയല്ല, നമ്മുടെ പിന്മുറക്കാരെ അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിയണം. അതായത് നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ, അറിയുന്നില്ല എങ്കിൽ, നമ്മൾ കടന്നു വന്ന വഴികൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ ഭാവി അപകടത്തിലാണ്. ഭാവി അപകടത്തിൽ എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമുക്ക് നമ്മുടെ ഈ രാജ്യം ഉണ്ടായിരിക്കുമോ? ഉണ്ടാവേണ്ടേ? തീർച്ചയായിട്ടും വേണം. അങ്ങനെയെങ്കിൽ ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ്. ഇവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഭാരതത്തെ രണ്ടായി മുറിച്ചു, പിന്നെ അത് മൂന്നായി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം ഉണ്ടായി. എങ്കിൽ പോലും ഇതിന്റെ കാരണം എന്തായി? എന്താണ് ഭാരതം രണ്ടായി മുറിക്കാനുള്ള കാരണം? ഇതിന്റെ കാലാവസ്ഥയുടെ വ്യത്യാസമാണോ? അല്ല. ഭക്ഷണ സംസ്കാരത്തിന്റെ വ്യത്യാസമാണോ? അല്ല. ഭൂപ്രകൃതിയുടെ വ്യത്യാസമാണോ? അല്ല. അങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയാൽ എന്തായിരുന്നു കാരണം? പാകിസ്ഥാൻ ഉണ്ടാവാനുള്ള കാരണം പാകിസ്ഥാൻ ഒരു കടലിന് അപ്പുറത്ത് കിടക്കുന്നതാണോ? അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ മറുവശത്താണോ? അതല്ലെങ്കിൽ മരുഭൂമിക്ക് അപ്പുറത്താണോ? അതല്ലെങ്കിൽ മുകളിലായിരിക്കും, ശവശരീരത്തിന് മുകളിലായിരിക്കും. BJP ജില്ലാ പ്രസിഡന്റ് KS അജി അധ്യക്ഷനായിരുന്നു. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് വരകുമല, VN സുരേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ രത്നമ്മ ഗോപിനാഥ്, K കുമാർ, സുരേഷ് കുഴിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പുളിയൻമല കാർമൽ CMA പബ്ലിക് സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ സുധർമ്മ മോഹൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്കൂളിലെ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ കൗൺസിലർ സുധർമ്മ മോഹനൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ആരംഭിച്ച വർണ്ണാഭമായ റാലിയിൽ കുട്ടികൾ അണിനിരന്നു. സ്വാതന്ത്ര്യത്തിന്റെ മധുരം നാട്ടിലെ ജനങ്ങളിലേക്കും എത്തിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ. 2 മണിക്കൂർ നീണ്ടുനിന്ന ആഘോഷ പരിപാടികളിൽ ദേശഭക്തിഗാനം, പ്രച്ഛന്നവേഷം, വിവിധ നൃത്തപ്രകടനങ്ങൾ എന്നിവ അരങ്ങേറി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെർണി ജോസ് മാത്യു CMI, വൈസ് പ്രിൻസിപ്പൽ ജോയ്ക്കുട്ടി ഫിലിപ്പ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ പതാക ഉയർത്തൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കുട്ടികളിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കും വിധമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രച്ഛന്നവേഷങ്ങൾ അണിഞ്ഞ കുട്ടികൾ എത്തി. ഭാരതത്തിന്റെ 77ാമത് സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് നമ്മുടെ സ്കൂളിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിൽ കുട്ടികൾക്കായിട്ട് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് വിവിധ കലാപരിപാടികൾക്കൊപ്പം കുട്ടികൾക്കായി പായസവും വിതരണം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ പതാകയും ഉയർത്തും. പരിപാടികളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി യുവമോർച്ച ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും വിമുക്ത ഭടന്മാരെ ആദരിക്കൽ ചടങ്ങും നടന്നു. BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി BJP സംസ്ഥാനത്തൊട്ടാകെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് യുവമോർച്ച ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാട്ടുക്കട്ടിയിൽ നിന്നും ഉപ്പുതറയിലേക്ക് ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. റാലിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മാട്ടുക്കട്ടിയിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി BJP ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ തിരംഗയാത്ര ഓരോ പദ്ധതികൾ, അതായത് വാഹന റാലി ഒരിടത്താണെങ്കിൽ മറ്റൊരു സേവന പ്രവർത്തനം, അങ്ങനെയുള്ള കാൽനട ജാഥ, ഇങ്ങനെയുള്ള വിവിധ പരിപാടികളോടുകൂടിയാണ് ഓരോ മണ്ഡലങ്ങളിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്നത് വാഹന റാലിയാണ്. ഈ വാഹന റാലി മാട്ടുക്കട്ടയിൽ നിന്ന് ആരംഭിച്ച് ഉപ്പുതറ ടൗണിൽ സമാപിക്കുന്നതാണ്. രാജ്യത്തിന് വേണ്ടി കാവൽ നിന്ന, രാജ്യത്തിൻ്റെ കാവൽക്കാരായ നമ്മുടെ എല്ലാം ഈ നാടിനെ സംരക്ഷണം നൽകിക്കൊണ്ടിരുന്ന
എക്സ് സർവീസ്മാരെ, അതായത് വിമുക്ത ഭടന്മാരെ ആദരിക്കുന്ന ഒരു പരിപാടിയും കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് ഉപ്പുതറയിൽ നടന്ന പരിപാടിയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ആദരിച്ചു. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK രാജപ്പൻ അധ്യക്ഷനായിരുന്നു. MT വിജയൻ, സജിൻ ഉണ്ണികൃഷ്ണൻ, K വിജയകുമാർ, OS ബിനു, VR അനിൽകുമാർ, വിഷ്ണുരാജ്, റജി വട്ടക്കുഴി എന്നിവർ സംസാരിച്ചു. കാഞ്ചാർ ലബകട JPM B.Ed കോളേജിലെ 2024-26 ബാച്ച് അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രവേശന ദിനാഘോഷം നടന്നു. ഇൻസെപ്റ്റോ 2K24 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോണി S. റോബർട്ട് അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുഡിയത്ത് CST ഉദ്ഘാടനം നിർവഹിച്ചു. സമകാലിക സമൂഹത്തിൽ അധ്യാപകരുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം വിവരിച്ചു. കോളേജ് ബർസാർ ഫാദർ ചാൾസ് തോപ്പിൽ CST പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ 2ാം വർഷ അധ്യാപക വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ ഒരുക്കിയാണ് 1ാം വർഷ വിദ്യാർത്ഥികളെ സ്വീകരിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇടുക്കിയിൽ റോഡ് നിർമ്മാണം. നെടുങ്കണ്ടം കല്ലാർപ്പുഴയോട് ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിലാണ് ആശങ്ക ഉയരുന്നത്. ചെങ്കുത്തായ മലയിൽ നിന്നും കുത്തനെ മണ്ണിടിച്ചത് ഭാവിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് ഇടയാക്കുമെന്നാണ് ആശങ്ക. പുഴയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്ന പാതയോട് ചേർന്ന് മുൻപ് പലതവണ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വീതി വർദ്ധിപ്പിച്ചതോടെ റോഡരികിൽ നിന്നും കുത്തനെ കൂടുതൽ മണ്ണെടുത്തു. ഇതോടെ മുകൾ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യത വർദ്ധിച്ചു. ഏതാനും ആഴ്ചകൾക്കിടെ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും മണ്ണ് അപകടകരമാം വിധം വിണ്ടു നിൽക്കുന്ന അവസ്ഥയാണ്. ഏത് നിമിഷവും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാമെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡിന്റെ പണിക്ക് അവര് നേരെ കുത്തനെ എടുത്തു, ഇച്ചിരി ചായച്ചെടുക്കേണ്ടതിന് നേരെ കുത്തനെ എടുത്തു. ഇതിപ്പം ഇടിഞ്ഞോണ്ടിരിക്കുക, ഇനിയും അവിടെ എവിടെയൊക്കെ വിണ്ടിരിക്കുക. ഇനി ഇത് താഴെ പോകാറായിട്ടുണ്ട്. ഈ പ്ലാവ് പോയാൽ കുറെ മൊത്തം മേളിൽ നിന്ന് പോരും. നമ്മൾ അവരോട് പറയല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവരോട് പറയുമ്പോൾ അവർ കെട്ടിത്തരാമെന്ന് പറയും, അല്ലാതെ വേറൊന്നും അവർ പറയുന്നില്ല. ശരിയാക്കി തരാമെന്ന്. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഹൈറേഞ്ചിലെ പ്രധാന പാതയാണിത്. എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ വൻ ദുരന്തത്തിന് ഇടയാക്കും. ഗ്യാപ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം മണ്ണിടിച്ചിൽ പതിവാകുമ്പോഴാണ് പാഠം ഉൾക്കൊള്ളാതെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാതെ ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 212. വിൽപ്പനയ്ക്ക് വന്നത് 47,052. വിൽപ്പന നടന്നത് 44,425. കൂടിയ വില 2,774. ശരാശരി വില 2,178. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ. ഏലം കൂടിയ വില 2,200. ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,555 രൂപ. വെള്ളി 88. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ നടക്കുന്ന പരിപാടികൾക്ക് നാളെ രാവിലെ 8:40 ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ തുടക്കമാകും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ആഘോഷങ്ങൾ നടക്കുക ഹരിത പ്രോട്ടോകോൾ പാലിച്ച്. ഉത്തര കേരളത്തിലെ ഉമ്മാക്കി കാട്ടി ലീഗ് തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികളെ പേടിപ്പിക്കരുതെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. ലീഗിന്റേത് ആടിനെ പട്ടിയാക്കുന്ന സമീപനം. CPM-ഉം ലീഗും നടത്തുന്നത് കൂട്ടുകച്ചവടമാണെന്നും CP മാത്യു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പീരുമേട് MLA വാഴൂർ സോമൻ. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. 22-ാം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര യോഗം കൂടുമെന്നും MLA. മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇടുക്കിയിൽ റോഡ് നിർമ്മാണം. ആശങ്ക ഉയരുന്നത് നെടുങ്കണ്ടം കല്ലാർപ്പുഴയോട് ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിൽ. ചെങ്കുത്തായ മലയിൽ നിന്നും കുത്തനെ മണ്ണിടിച്ചത് ഭാവിയിൽ കൂടുതൽ മണ്ണിടിച്ചിലിന് ഇടയാക്കുമെന്ന് ആശങ്ക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.